ആദ്യം നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. അവിടെ ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രസാദ് ഈഡിയാണ് ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തൃശൂർ ചാലക്കുടി മറ്റത്തൂർക്കുന്ന് സ്വദേശിയാണ് പ്രസാദ് ഈഡി. നിലവിൽ ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അദ്ദേഹം. കൊല്ലം മയ്യനാട് സ്വദേശി MG മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. തുലാമാസം 1-ാം തീയതിയായ ഇന്ന് കനത്ത തിരക്കാണ് അതേസമയം സന്നിധാനത്ത് ദർശനത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. VV അരുൺ സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഏറ്റവും പ്രധാനം നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ്? എട്ടാം റൗണ്ടിലാണ് നറുക്കെടുപ്പ് നടന്നത്. സോപാനത്തിലായിരുന്നു മേൽശാന്തി നറുക്കെടുപ്പ്. അവിടെ 8ാം റൗണ്ട് മേൽശാന്തിയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത്. മേൽശാന്തി നറുക്കെടുപ്പ് അതിനുശേഷം ശബരിമല ക്ഷേത്രത്തിലെ ഇവിടെ അയ്യപ്പൻ VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുണിന്റെ ലൈവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. അരുണിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും സന്നിധാനത്ത് മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. പ്രസാദ് ഈഡിയാണ് ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം തൃശൂർ ചാലക്കുടി മറ്റത്തൂർക്കുന്ന് സ്വദേശിയാണ്. അരുൺ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, തുടരാം. റൗണ്ടിലാണ് തെരഞ്ഞെടുപ്പ്. 8ാം റൗണ്ടിലാണ്. ഒരു വർഷമായി ശബരിമലയിലെ ശാന്തി അതിനുശേഷമാണ് മാളികപ്പുറം മേൽശാന്തി അവിടെയും 8 റൗണ്ട് കാത്തിരിക്കേണ്ടി വന്നു. മേൽശാന്തിയെ കൊല്ലം മയ്യനാട് മനു നമ്പൂതിരി മാളികപ്പുറം ആയിരുന്നു. അദ്ദേഹത്തെ എടുത്തിരിക്കുന്നു. ഏതായാലും ഇവരാണ് ശബരിമലയിൽ നേതൃത്വം നൽകുക. വലിയ തിരക്ക് പൂജകൾ വലിയ തിരക്ക്. അരുളിലേക്ക് എത്താൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അരുളിലേക്ക് മടങ്ങിയെത്താം. നേരത്തെ നടന്ന നറുക്കെടുപ്പിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശ്രീ ശങ്കരൻ നമ്പൂതിരി, ശ്രീ ദാമോദരൻ നമ്പൂതിരി, ശ്രീ ദിലീപ് PV, ശ്രീ UK ദാമോദരൻ രാമൻ നമ്പൂതിരി, ശ്രീ മനു നമ്പൂതിരി. മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം മയ്യനാട് സ്വദേശിയായ MG മനു നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇപ്പോൾ ശ്രീ അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ താങ്കൾക്കും വലിയ സന്തോഷം അല്ലേ? കേൾക്കുന്നുണ്ടോ ശ്രീ അനിൽകുമാർ? അനിൽകുമാറിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. തൃശൂർ ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ഈഡിയാണ് ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 8ാം റൗണ്ടിലാണ് ഈ ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ പേരിലേക്ക് എത്താൻ നറുക്കെടുപ്പിലായത്. 8ാം റൗണ്ടിലാണ് പ്രസാദ് ഈഡിയുടെ നറുക്ക് വീണത്. ഈ മേൽശാന്തിമാരാകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള നിമിഷമായി, അനുഗ്രഹം നിറഞ്ഞ നിമിഷമായാണ് അവർ കണക്കാക്കപ്പെടുന്നത് ഈ നിമിഷത്തെ. അപ്പോൾ ഇത്തവണ ആ ഭാഗ്യം തുണച്ചിരിക്കുന്നത്, ആ അനുഗ്രഹം വന്നെത്തിയിരിക്കുന്നത് പ്രസാദ് ഈഡിയിലേക്കാണ്. അദ്ദേഹം തൃശൂർ ചാലക്കുടി സ്വദേശിയാണ്, മറ്റത്തൂർക്കുന്ന് സ്വദേശിയാണ്.
നിലവിൽ ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അദ്ദേഹം. അതേസമയം തന്നെ മാളികപ്പുറം ക്ഷേത്രത്തിലെയും മേൽശാന്തിയെ തെരഞ്ഞെടുത്തു. അദ്ദേഹം കൊല്ലം മയ്യനാട് സ്വദേശി MG മനു നമ്പൂതിരിയാണ്.